Good morning, all. Good morning, ma'am. ബാക്കിയാരില്ലേ? അശ്വതി മാത്രമുള്ളോ? ഓക്കെ. മാം വിഷയം ഇത് കേട്ടിരുന്നോ എല്ലാവരും? ഓക്കെ. Good morning, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്തത് നോക്കിയോ? സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ചാപ്റ്റർ ഏതാണ്? കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല ആഷ്മയിൽ ക്ലാസ്സില്. ഓക്കെ. മിസ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം എടുക്കുന്നത് 34. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇത്രയും ഭാഗം എടുത്തത് മിസ് എടുത്തതില്? കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നില്ലേ നമ്മുടെ? ഒരു മിനിറ്റ്. ക്രയോതെറാപ്പി ക്രയോ സർജറിയും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് ഒന്ന് തന്നെയാണോന്ന് കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോ? ഓക്കെ. നമ്മുടെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാറില്ലേ? കേട്ടിട്ടില്ലേ? ആൻജിയോപ്ലാസ്റ്റും ഓപ്പൺ സർജറി ഉണ്ട്. ഇതിൽ നടത്തുന്നത് എന്താണ്? ഹാർട്ടിന്റെ ബ്ലോക്കുകൾ മാറ്റാണ് അല്ലെ? ഹാർട്ടിന്റെ ഇതിലുള്ള എന്തെങ്കിലും ബ്ലോക്സുകൾ മാറ്റുന്നതാണ്. അപ്പൊ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ആൻജിയോപ്ലാസ്റ്റിയും സർജറിയും തമ്മിൽ എന്താണ്? ആൻജിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ് അല്ലെ? നമ്മുടെ കാലിന്റെ അല്ലെങ്കിൽ കൈയിന്റെ ഞരമ്പിൽ കൂടി ഒരു നീഡില് നീഡിൽ ഇട്ടുങ്ങാണ്ടല്ല ഇത് ചെയ്യുന്നത്. മുറിവുണ്ടാക്കി ചെറിയൊരു ഇൻവേസീവ് മുറിവുണ്ടാക്കി ആണ് ചെയ്യുന്നത്. സർജറി എങ്ങനെയാണ് ചെയ്യുന്നത്? ഓപ്പൺ സർജറി ആ ഭാഗം കുറയുള്ളപ്പോൾ അല്ലെ? അപ്പൊ അതേപോലെയാണ് ഈ ക്രയോ സർജറി എന്ന് പറയുന്നത് ഒരു സർജറിയാണ്. സർജറി ചെയ്ത് ആ ഒരു ഭാഗം എവിടെയാണോ ചെയ്യേണ്ടത് ആ ഏത് ടിഷ്യൂസ് ഡാമേജ് വന്നിരിക്കുക അല്ലെങ്കിൽ ഏത് സെല്ലാണോ ഡാമേജ് വന്നത് ആ ഒരു ഭാഗത്ത് നടത്തുന്ന സർജറിയാണ് ക്രയോ സർജറി. ക്രയോസ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രൊസീജിയർ ആണ്. ക്ലിയർ ആയോ? ഇത് തമ്മിലുള്ള വ്യത്യാസം ചെയ്യുന്നത് ഒന്ന് തന്നെയാ. അതുകൊണ്ട് റിക്കവറി ഒന്ന് തന്നെ, പക്ഷെ എന്താണ് അത് നടത്തുന്ന മെത്തേഡിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ് സർജറി തന്നെ. മറ്റേന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മുറിവെല്ലാം ഉണ്ടാക്കുന്ന ഒരു ചെറിയ മുറിവ് അല്ലെ? ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കിയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റ, ക്രയോതെറാപ്പി അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത്. മറ്റേത് എന്താണ്? ഓപ്പൺ സർജറി ഒക്കെ ആവുമ്പോൾ എങ്ങനെയാണ്? ചെറിയ മുറിവാണ്, ആ ഒരു ചെറിയ സെക്ഷൻ അല്ലെ മുറിവുണ്ടാക്കിയിട്ടല്ലേ ചെയ്യുന്നത്. ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് വരെയാണ് എടുത്തത് മിസ്. ഗ്യാസ് എങ്ങനെയാണ് കൈകാര്യം ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ? കൈകാര്യം ചെയ്യലും ഉപയോഗിക്കലും. നെക്സ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. എന്താണ്? ഒരു ഗ്യാസ് സിലിണ്ടേഴ്സ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാറ്റുമ്പോഴും അതിന്റെ ട്രാൻസ്പോർട്ടും എങ്ങനെയായിരിക്കണം എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. വെൻ ഹാൻഡ്ലിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് യൂസ് എ സിലിണ്ടർ ട്രോളി. നമ്മൾ എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? യൂസ് സിലിണ്ടർ ട്രോളി. സിലിണ്ടറിന് ഉപയോഗിക്കുന്ന ട്രോളികൾ നിർബന്ധമായും
ഉപയോഗിക്കുക. നെക്സ്റ്റ് യൂസ് ആപ്റ്റ് protective valve caps and covers to cylinder before transporting. എന്താണ് നമ്മ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഓരോ ഗ്യാസ് സിലിണ്ടറിനും അനുയോജ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള എന്താണ് വാൽവ് ക്യാപ്സുകൾ ഉപയോഗിക്കുക. കവേഴ്സ് ടു സിലിണ്ടേഴ്സ് ബിഫോർ ട്രാൻസ്പോർട്ടിങ്. അതൊക്കെ അങ്ങനെ വാൽവുകളൊക്കെ ഇട്ട് കവർ ചെയ്തിട്ട് വേണം ട്രാൻസ്പോർട്ടിങ് സമയത്ത് നമ്മ കൊണ്ടുപോകേണ്ടത്. നമ്മുടെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടേഴ്സ് കൊണ്ടുവരും. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? നമ്മൾ മേടിക്കാറില്ലേ ഗ്യാസ് സിലിണ്ടേഴ്സ്? അതെങ്ങനെയാണ്? ഓപ്പൺ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അതൊരു തൊപ്പി പോലെ ഉണ്ടാവും അല്ലെ? അതിന്റെ മുകളില് വാൽവിന് ക്യാപ്പ് ഉണ്ടാവില്ലേ? ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. അതുകൂടാണ്ട് എന്താണ് അഡാപ്റ്റർ അല്ലാണ്ട് ഒരു വൈറ്റ് കളറില് ക്യാപ്പ് ഇട്ട് മൂടിയിട്ടല്ലേ കൊണ്ടുവരുന്നത്. അതുകൂടാണ്ട് അതിന്റെ മുകളിൽ സീൽ ചെയ്തിട്ടും കൂടി ഉണ്ടാവും അല്ലെ? ഓപ്പൺ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സീലും കൂടി ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അല്ലെ? അതേപോലെ എന്താണ് ട്രാൻസ്പോർട്ടിങ് സമയത്ത് ഇങ്ങനെയുള്ള കവേഴ്സ് ഇട്ടിട്ട് പ്രൊട്ടക്റ്റീവ് ആയ വാൽവ് ക്യാപ്പുകൾ ഇട്ടിട്ടൊക്കെ വേണം കൊണ്ടുവരുന്നതിന്. നെക്സ്റ്റ് സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്പ്. എന്താണ് സിലിണ്ടേഴ്സ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാറ്റുന്ന സമയത്ത് വാൽവ് ക്യാപ്സുകൾ നിർബന്ധമായും ഇട്ടിരിക്കണം. ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദി ക്യാപ്പ്. നമ്മ ഈ ക്യാപ്പും ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ മുകളിലേക്ക് വരുമല്ലോ, അവിടെയാണ് അല്ലെ നമ്മൾ റെഗുലേറ്റർ വെക്കുന്നത്. ഗ്യാസ് സിലിണ്ടറും ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് വരുന്ന സ്പേസിലല്ലേ. അപ്പൊ നമ്മ ഈ വാൽവുകൾ ഈ സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാപ്പും ഈ വാൽവും പിടിച്ചുകാട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പൊക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ പാടില്ല. നമ്മ എങ്ങനെയാണ് സിലിണ്ടേഴ്സ് മാറ്റുന്നത്? അതിന് ഒരു റൗണ്ട് പോലെ ഉണ്ടാവും അല്ലെ? അതുമ്പോ പിടിച്ചൊക്കെയല്ലേ പൊതുവെ നമ്മ മാറ്റുന്നത്. അപ്പൊ എന്താണ് ഈ സിലിണ്ടേഴ്സ് നമ്മ ഷിഫ്റ്റ് മാറ്റുന്ന സമയത്ത് ഈ ക്യാപ്പും വാൽവും പിടിച്ച് നമ്മ മാറ്റാൻ പാടില്ല. ക്യാപ്പും പിടിച്ച് മാറ്റാൻ പാടില്ല. നെക്സ്റ്റ് ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് ദി റെഗുലേറ്റർ അറ്റാച്ച്ഡ്. റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തിട്ട് നമ്മ മാറ്റാൻ പാടില്ല. ചിലപ്പോ എന്താണ് നമ്മുടെ കൈ തട്ടി അറിയാണ്ട് തന്നെ റെഗുലേറ്റർ ഓൺ ആയി പോവാ അല്ലെ? കൈ തട്ടി അറിയാണ്ട്. അപ്പൊ എന്ത് വരും? ഗ്യാസിന്റെ പാസേജ് വരും അല്ലെ? ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് പാസേജ് വന്ന ലീക്ക് ആവും. അതുകൊണ്ട് എന്താണ് ഒരിക്കലും റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തിട്ട് നമ്മ സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് സിലിണ്ടേഴ്സ് മസ്റ്റ് ബി ഫാസ്റ്റൻഡ് സേഫ്റ്റ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ സ്റ്റോറേജ്. എന്താണ് സിലിണ്ടേഴ്സ് നമ്മ പെട്ടെന്ന് തന്നെ എന്താണ് അത് സ്റ്റോർ ചെയ്യുന്ന അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള സംഭരണിയിൽ സുരക്ഷിതമായി ഉറപ്പിച്ചിരിക്കണം. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹോസ്പിറ്റലില അല്ലെങ്കിൽ വീട് ചില ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാവും ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് പോലെ ഇങ്ങനെ നമ്മ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്ന രീതിയിൽ. അപ്പൊ എന്ത് ചെയ്യില്ല, സിലിണ്ടർ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും പോകുന്നില്ല. കറക്റ്റ് ആ പൊസിഷനിൽ അല്ലെ? ആ സ്റ്റാൻഡിന്റെ ഉള്ളിൽ ഇറക്കി വെച്ച് ആ കുഴി പോലെ അല്ലെ ആ ഗ്രില്ല് പോലെ അതല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഗ്രില്ല് പോലെ ഇങ്ങനെ ഒരു വളയം പോലെ ഉണ്ടാവും. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വളയം പോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാല് പിന്നെ അവിടെ നിന്ന് എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സ് മൂവ് ചെയ്തില്ല, കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ള എന്താണ് കുത്തനെയുള്ള സംഭരണിയിൽ സുരക്ഷിതമായി ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കുക. നെക്സ്റ്റ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മ ഗ്യാസ് സിലിണ്ടേഴ്സ് പർച്ചേസ് ചെയ്ത് നമ്മ ഒരുപാട് നാൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് സ്റ്റോർ ചെയ്യാൻ സൂക്ഷിക്കാനായിട്ട് സംഭരിക്കാൻ പാടില്ല. പർച്ചേസ് ഓൺലി റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ടു കവർ ഷോർട്ട് ടൈം നീഡ്. നമ്മുടെ ഷോർട്ട് ടൈം അത് പെട്ടെന്നുള്ള ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക, ഗ്യാസ് സിലിണ്ടേഴ്സ് പർച്ചേസ് ചെയ്യുക. നമ്മ വീടുകളിൽ അങ്ങനെയല്ലേ, ഒരു സിലിണ്ടർ അല്ലെ അഡീഷണൽ ആയിട്ട് ഒരു സിലിണ്ടർ മാത്രമാണ് നമ്മൾ വെക്കാറുള്ളൂ അല്ലെ? ഒരുപാട് സിലിണ്ടേഴ്സ് വെക്കാറുണ്ടോ? ഒരു വീട്ടില് 2 സിലിണ്ടർ ആണ് ഉണ്ടാവുക. എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു സിലിണ്ടർ അത് തീരാറാവുമ്പോ അല്ലെ, നമുക്കൊരു ഡേറ്റ് ഉണ്ട് വീടുകളിലാണെങ്കിൽ അല്ലെ, നമുക്ക് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ഒക്കെ ഗ്യാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ തീരാറാവുമ്പോഴേക്കും നമ്മൾ ബുക്ക് ചെയ്യല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഒരുപാട് നാൾ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ടോ? ആഷ്മിൽ എന്താ മെസ്സേജ് അയക്കുന്നേ?
ഓക്കെ, എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മൾ ഒരുപാട് നാളത്തേക്ക് ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മൾ ഒരുപാട് നാളത്തേക്ക് സംഭരിച്ച് വെക്കാൻ പാടില്ല. നമുക്ക് ഷോർട്ട് ടൈം യൂണിറ്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യത്തിനുള്ള സിലിണ്ടേഴ്സ് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, properly secure the cylinders at all times, straps, belt or chain. എന്താണ് നമ്മൾ അത് സൂക്ഷിക്കുന്ന സമയത്ത് എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സ് സെക്യൂർഡ് ആയിട്ട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ കളവൊക്കെ നടക്കുക അല്ലെ, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ സ്ട്രാപ്സ് വെച്ചിങ്ങാണ് കേട്ടോ, അതെങ്കിൽ ബെൽറ്റ് വെച്ചിങ്ങാണ് കേട്ടോ, അല്ലെങ്കിൽ ചെയിൻ വെച്ചിങ്ങാണ് കേട്ടോ സുരക്ഷിതമായി സൂക്ഷിക്കുക. സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ കൂൾ, ഡ്രൈ, വെൽ വെന്റിലേറ്റഡ് ഏരിയാസ് away from unsuitable materials and ignition sources. എന്താണ് നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതായിരിക്കണം, കൂളായിരിക്കണം, അധികം ചൂടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള തണുത്ത കൂളായിട്ടുള്ള ഒരു പ്രദേശത്ത്, ഡ്രൈ എന്താണ് നനവൊന്നും ഉണ്ടാകാൻ പാടില്ല, ഡ്രൈ ആയിരിക്കണം, വെൽ വെന്റിലേറ്റഡ് ഏരിയാസ് ആവശ്യമായ വായുസഞ്ചാരമുള്ള ഏരിയാസ് ആയിരിക്കണം, away from unsuitable materials and ignition sources. എന്താണ് ഇഗ്നിഷൻ, ജ്വലനം സംഭവിക്കുന്ന കത്തിൽ നടക്കുന്ന ഉറവിടങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ കെമിക്കൽസിന്റെ അടുത്ത്, എന്താണ് സ്പാർക്കിംഗ് ഒക്കെ വരാൻ സാധ്യതയുള്ള കെമിക്കൽസിന്റെ അടുത്തൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കാൻ പാടില്ല. ചിലപ്പോ ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, തീപിടുത്തം അല്ലെ, ബ്ലാസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മ ഗ്യാസ് സിലിണ്ടേഴ്സ് അൺസൂട്ടബിൾ മെറ്റീരിയൽസ്, തീപിടുത്തത്തിന് സ്പാർക്കിംഗ് ഒക്കെ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിന്റെ അടുത്തോ നിന്നോ അല്ലെങ്കിൽ ജ്വലനം ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ അടുത്തോ സൂക്ഷിക്കാൻ പാടില്ല. ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി സ്റ്റോർഡ് away from sources of ignition. എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സ് എവിടെ ഇഗ്നിഷൻ നടത്തുന്ന, ജ്വലനം തീപിടുത്തം ഉണ്ടാക്കുന്ന സോഴ്സുകളിൽ നിന്ന് ദൂരെയായിരിക്കണം, അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് മാറിയായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അതർ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഓർ ഓക്സിജൻ സിലിണ്ടേഴ്സ്, ഓക്സിജൻ സിലിണ്ടറിന്റെ അടുത്ത് അതല്ലെങ്കിൽ ഫ്ലെയിമബിൾ മെറ്റീരിയൽ കത്തുന്ന മെറ്റീരിയൽസിന്റെ അടുത്തോ ജ്വലനം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിന്റെ അടുത്തൊന്നും സൂക്ഷിക്കാൻ പാടില്ല. വെൻ നോട്ട് ഇൻ യൂസ്, നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് സേഫ്ലി ആൻഡ് ഷുഡ് ബി പ്രോപ്പർലി റിസ്ട്രെയിൻഡ്. എന്താണ് നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സ് നല്ല സുരക്ഷിതത്വത്തോടുകൂടിയും പ്രോപ്പർ ആയിട്ട് നല്ല നിയന്ത്രണത്തോടു കൂടി വേണം ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആയോ? ഗ്യാസ് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യും, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഫ്രിഡ്ജിന്റെ അടുത്ത് എന്ന് വെച്ചാൽ ഡ്രൈ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ നനവൊക്കെ ഉണ്ടാവില്ലേ, ഈ ഈർപ്പൊക്കെ ഇരിക്കൂലേ, വെള്ളം, അങ്ങനെയുള്ള സ്ഥലത്ത് സൂക്ഷിക്കാൻ പാടില്ല. ഗ്യാസ് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, ചിലപ്പോ ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിച്ചിരുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോ ICUലേക്കോ അല്ലെങ്കിൽ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് സിലിണ്ടർ ട്രോളി ഉപയോഗിക്കുക. ഗ്യാസ് സിലിണ്ടേഴ്സ് എന്താണ് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള വാൽവ് ക്യാപ്സുകൾ ഇടുക. എന്താണ് സിലിണ്ടേഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കൊണ്ടുപോകുന്ന സമയത്ത് സിലിണ്ടേഴ്സ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് സിലിണ്ടേഴ്സിന്റെ എന്താണ് ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത് വാൽവ്. എന്താണ് വാൽവ് ക്യാപ്സ് ഉള്ള സിലിണ്ടറുകൾ മാത്രം മാറ്റുക. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നമുക്ക് ഡെലിവറി ചെയ്യുന്ന സിലിണ്ടറിന് വാൽവ് ക്യാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഷിഫ്റ്റ് ചെയ്യുന്ന വാൽവ് സിലിണ്ടേഴ്സ് എന്തുണ്ടായിരിക്കണം, വാൽവ് ക്യാപ്പുകൾ ഉണ്ടായിരിക്കണം. ഒരിക്കലും നമ്മ ആ വാൽവ് ക്യാപ്പിൽ പിടിച്ചു കാണിട്ട് പൊക്കാനോ അതല്ലെങ്കിൽ മാറ്റാനോ ഒന്നും പാടില്ല. പിന്നെ എന്താണ് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് സിലിണ്ടേഴ്സ് നമ്മൾ പെട്ടെന്ന് തന്നെ കുത്തനെയുള്ള പൊസിഷനിൽ സൂക്ഷിക്കണം, സംഭരിച്ചു വെക്കണം. അതായത് നമ്മൾ ഇങ്ങനെ കിടത്തിയിടാനോ അങ്ങനെയൊന്നും പാടില്ല, കുത്തനെയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെക്കുക. ഗ്യാസ് സിലിണ്ടേഴ്സ് എന്താണ് നമ്മൾ ഒരുപാട് നാളത്തേക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിച്ചു വെക്കാനോ പാടില്ല. പിന്നെ എന്താണ് നമുക്ക് ഷോർട്ട് ടൈം നീഡ്സ്, നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമാകുന്നതിന് വേണ്ടിയുള്ള സിലിണ്ടേഴ്സ് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുക, വാങ്ങുക. നെക്സ്റ്റ്
സിലിണ്ടേഴ്സ് നമ്മൾ സുരക്ഷിതമായി യൂസ് ചെയ്യുന്നതിന് എന്താണ് ചെയിനുകൾ, ചങ്ങലകളോ അല്ലെങ്കിൽ ബെൽറ്റുകളോ അല്ലെങ്കിൽ സ്ട്രാപ്പുകളൊക്കെ യൂസ് ചെയ്യുക. കണ്ടിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ ചങ്ങലകളൊക്കെ ഇട്ട് മുറുക്കി വെച്ചിരിക്കുന്നത്, താടിട്ടൊക്കെ പൂട്ടി വെക്കുന്നത് എന്താണ്? കളവൊന്നും നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്താണ്? നമ്മൾ സിലിണ്ടേഴ്സ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ബെൽറ്റ് ഇട്ട് മുറുക്കി വെക്കും അല്ലെ. ബെൽറ്റ് ഇട്ട് എല്ലാ സിലിണ്ടറും കൂടി ഉറപ്പിച്ചു വെക്കും. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ്? നമ്മൾ സ്ട്രാപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബെൽറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെയിൻ ഉപയോഗിച്ചോ സൂക്ഷിക്കുക. സിലിണ്ടേഴ്സ് നമ്മൾ എന്താണ്? കൂൾ ആയിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള ആവശ്യത്തിന് വെന്റിലേഷനുള്ള എന്താണ്? വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. പിന്നെ എന്താണ്? ഇഗ്നിഷൻ ജ്വലനം സംഭവിക്കുന്നത് അല്ലെങ്കിൽ കെമിക്കൽസ് എന്താണ്? സ്പാർക്കിങ് വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന ഏരിയകളിൽ സൂക്ഷിക്കാൻ പാടില്ല. എന്താണ്? ജ്വലനം സംഭവിക്കുന്ന ഉറവിടങ്ങളുടെ അടുത്തുന്ന സാധനങ്ങൾ, ഈ സ്പിരിറ്റ് ഒക്കെ യൂസ് ചെയ്യില്ലേ? സ്പിരിറ്റ് ഒക്കെ സൂക്ഷിക്കില്ലേ നമ്മ ഹോസ്പിറ്റലില്? അപ്പൊ അതിന്റെ അടുത്തൊക്കെ നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് സൂക്ഷിക്കാൻ പറ്റുമോ? സ്പിരിറ്റ് ഒക്കെ സൂക്ഷിക്കുന്ന ഏരിയയിൽ ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ജ്വലനങ്ങൾ സംഭവിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിന്ന് നീങ്ങി വേറൊരു ഭാഗത്തായിരിക്കണം സിലിണ്ടേഴ്സ് നമ്മൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ്? സിലിണ്ടേഴ്സ് നമ്മ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യാ? സിലിണ്ടേഴ്സ് സേഫ്റ്റി ആയിട്ട് സുരക്ഷിതമായിട്ട് നല്ല നിയന്ത്രണത്തോടു കൂടി നമ്മ സൂക്ഷിച്ചു വെക്കുക. ക്ലിയർ ആയോ അത്രയും? നെക്സ്റ്റ്, സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സ്. റെഗുലേറ്റേഴ്സ് സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എ റെഗുലേറ്റർ ഈസ് എ ഡിവൈസ് അല്ലെ. റെഗുലേറ്റർ ഒരു ഡിവൈസ് അല്ലേ, ഉപകരണമാണ് അല്ലെ. എന്തിനുള്ള ഉപകരണമാണ് റെഗുലേറ്റർ? നമ്മ എന്താണ്? നമ്മുടെ വീടുകളിൽ ഉണ്ടല്ലോ ഗ്യാസ് റെഗുലേറ്റർ ഉണ്ട്. അതെന്താ ചെയ്യുന്നേ? ഓൺ ഓഫും ചെയ്യാനോ മാത്രം? ഓഫ് ഓൺ ചെയ്യാനും മാത്രമാണ്. ഓൺ ചെയ്താൽ എന്താ സംഭവിക്കുന്നേ? നമ്മ ഗ്യാസ് സിലിണ്ടറിന്റെ റെഗുലേറ്റർ ഓൺ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നേ? എന്ത് പ്രവർത്തനം അവിടെ നടക്കുന്നേ? യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു നിശ്ചിത അളവിൽ അല്ലെ, ഒരു പ്രഷറിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗ്യാസ് സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്ന് ഗ്യാസ് ഫ്ലോ ചെയ്യോ? പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ എങ്ങനെയുള്ള ഗ്യാസ് സിലിണ്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓരോ ഗ്യാസ് സിലിണ്ടറിനും അനുയോജ്യമായ റെഗുലേറ്റർ ആണ് അല്ലെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ലൂസ് ആയിട്ടുള്ള റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? എന്ത് സംഭവിക്കും? പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അല്ലെ. കറക്റ്റ് രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. എന്താണ്? എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും അല്ലെ, ലീക്കേജ് വരും. അപ്പൊ എന്താണ്? നമ്മ ഓരോ ഗ്യാസ് സിലിണ്ടറിനും അനുയോജ്യമായിട്ടുള്ള റെഗുലേറ്റേഴ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? ഓക്കെ, നോക്കാം ഇനി നമുക്ക്. എ റെഗുലേറ്റർ ഈസ് എ ഡിവൈസ്. റെഗുലേറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. that accept gas at high pressure and listen to it a much lower working. ഉപയോഗം കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ടാവും. അതെന്താണ്? അപകടങ്ങൾ ഇല്ലാതാക്കും അല്ലെ. അപ്പൊ and listen into a much lower working pressure. എന്താണ്? പ്രഷർ ആണ് കേട്ടോ. ഇതൊന്ന് കറക്റ്റ് ചെയ്യാട്ടോ. വർക്കിംഗ് പ്രഷർ. ഗ്യാസിൽ റെഗുലേറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. എന്താണ്? ഗ്യാസിൽ നിന്ന് വരുന്ന ഹൈ പ്രഷറിനെ അല്ലെ, ഉയർന്ന മർദ്ദത്തിലുള്ള ഗ്യാസിനെ എന്ത് ചെയ്യുന്ന? ഇത് ഒരു ലോവർ വർക്കിംഗ് പ്രഷർ, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രഷറാക്കി, മർദ്ദമാക്കി കുറയ്ക്കുന്നു അല്ലേ ചെയ്യുന്നത്. നമുക്ക് ഒരു നിശ്ചിത അളവിലല്ലേ നമുക്ക് സ്റ്റൗവിലേക്ക് ഗ്യാസ് ലഭിക്കുന്നുള്ളൂ? ഒരുപാട് പ്രഷർ ലഭിക്കുന്നുണ്ടോ? നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ, യൂസ് ചെയ്യാൻ ആവശ്യമായ ഒരു നിശ്ചിത പ്രഷറിലായിട്ട് നമുക്ക് ഗ്യാസ് ലഭിക്കുന്നത് അല്ലെ. അപ്പൊ ഗ്യാസ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലേറ്റർ ഒരു ഉപകരണമാണ്. എന്താണ്? ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഉയർന്ന മർദ്ദമുള്ള ഗ്യാസിനെ എന്ത് ചെയ്യുന്നു? വാതകത്തെ ഒരു നിശ്ചിത നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ മർദ്ദമാക്കി കുറയ്ക്കുന്നു, ലിസൺ ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആയോ?
അതല്ല, ഈ ഗ്യാസിന്റെ ഉള്ളിൽ നിന്ന്, ആ സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അത്രയും പ്രഷറിലാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവിലേക്ക് ഗ്യാസ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കത്തിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് കത്തും അല്ലെ, ആളിക്കത്തും അല്ലെ, ഇൻസിഡന്റുകൾ ഉണ്ടാവും, കൂടാതെ അപകടങ്ങൾ, തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. റെഗുലേറ്റേഴ്സ് അല്ലട്ടാ, ഗ്യാസ് ആണ് ട്ടാ. റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക്. എന്താണ് റെഗുലേറ്റർ? be sure to use the proper regulator for the gas tank in the cylinder. എന്താണ്? ഓരോ ഗ്യാസ് സിലിണ്ടറിനും അതിന്റെ അനുയോജ്യമായിട്ടുള്ള റെഗുലേറ്റർ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഓരോ ഗ്യാസ് സിലിണ്ടേഴ്സിനും ഇങ്ങനെയുള്ളതായിരിക്കും, സ്പെസിഫിക് ആയിട്ടായിരിക്കും അല്ലെ, അല്ലെ? ഓരോ ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ ആ വാൽവിന്റെ വലിപ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും റെഗുലേറ്റർ അല്ലെ, ആണോ? നമ്മ പറഞ്ഞു ആദ്യം തന്നെ ഗ്യാസ് സിലിണ്ടറിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ അതിന്റെ ആ വാൽവിന് എത്രത്തോളം വണ്ണമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നീളമുണ്ട് അല്ലെ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റെഗുലേറ്റേഴ്സ്. അപ്പൊ റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക്. ഓരോ ഗ്യാസിന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയായിരിക്കും റെഗുലേറ്റേഴ്സ്. ഓരോ ഗ്യാസ് സിലിണ്ടറിനും അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കുക. Next, before attaching the regulator to a cylinder, always check the regulator. എന്താണ് നമ്മൾ റെഗുലേറ്റർ ഈ ഗ്യാസ് സിലിണ്ടേഴ്സിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് സ്വിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? റെഗുലേറ്റർ ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. If the connection do not fit together readily, the wrong regulator is being used. നമ്മ ആ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന, ആ സിലിണ്ടറിന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നാണ് അത് കറക്റ്റ് ആയിട്ടില്ല, കറക്റ്റ് റെഡി ആയിട്ടില്ല കണക്ഷൻ എന്ന് തോന്നുകയാണെങ്കിൽ അതെന്താണ്? നമ്മൾ ഉപയോഗിച്ച റെഗുലേറ്റർ എങ്ങനെയായിരിക്കും? റോങ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. Okay. If the connection do not fit together readily, the wrong regulator is being hello. ഹലോ, മിസ് പറയുന്ന കേൾക്കാമോ നിങ്ങൾക്ക്? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ്, ഇപ്പൊ പറഞ്ഞത് റെഗുലേറ്റ് ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ. നമ്മൾ റെഗുലേറ്റർ സിലിണ്ടറിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്, ഘടിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ റെഗുലേറ്റർ ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. ഇഫ് ദ കണക്ഷൻ ഈസ് ഡു നോട്ട് ഫിറ്റ് ടുഗദർ റെഡിലി, ദ റോങ് റെഗുലേറ്റർ ഈസ് ബീയിങ് യൂസ്ഡ്. നമ്മൾ റെഗുലേറ്റർ സിലിണ്ടറിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ചിലപ്പോൾ നമുക്ക് ലൂസ് ആയിട്ട് തോന്നാല്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺ ആക്കുമ്പോൾ എന്താണ്? റെഗുലേറ്റർ ഓൺ ആക്കുമ്പോൾ ഓൺ ആക്കാൻ പറ്റാതെ ടൈറ്റ് ആയിട്ടൊക്കെ തോന്നുമ്പോൾ എന്താണ്? നമുക്ക് മനസ്സിലാക്കാം എന്താണ്? നമ്മൾ ഉപയോഗിച്ച റെഗുലേറ്റർ റോങ് ആണ്, ശരിയായ റെഗുലേറ്റർ അല്ല.
ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ റെഗുലേറ്റർ, ആ സിലിണ്ടറിന്റെ വാൽവിന് അനുയോജ്യമായിട്ടുള്ള റെഗുലേറ്റർ അല്ല യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബിഫോർ എ റെഗുലേറ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം എ സിലിണ്ടർ, ക്ലോസ് ദ സിലിണ്ടർ ആൻഡ് റിലീസ് ഓൾ പ്രഷർ ഫ്രം ദ റെഗുലേറ്റർ. അവിടെ വരെയുള്ളൂ കേട്ടോ, ബാക്കി വെട്ടിക്കളഞ്ഞേര്. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. നമ്മ റെഗുലേറ്റർ സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. മാറ്റുന്ന സമയത്ത് എന്താണ്, സിലിണ്ടർ ക്ലോസ് ചെയ്തിട്ട് എല്ലാ പ്രഷറും റിലീസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് അതിൽ നിന്ന് മാറ്റുക. നമ്മൾ പെട്ടെന്ന് തന്നെ എന്താണ്, സിലിണ്ടറിൽ റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് അപ്പൊ തന്നെ അത് എടുക്കാൻ പാടില്ല. ആ സിലിണ്ടറിൽ നിന്ന് റെഗുലേറ്റർ റിമൂവ് ചെയ്യാൻ പാടില്ല. എല്ലാ പ്രഷറും പോയതിനു ശേഷം, റിലീസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, റെഗുലേറ്റർ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഇത് ബാക്കി വരുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ, അതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നെക്സ്റ്റ്, റെഗുലേറ്റേഴ്സ് ഷാൽ ബി റിമൂവ്ഡ് ഫ്രം ദി സിലിണ്ടർ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട്. നമ്മൾ സിലിണ്ടേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ്, ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, റെഗുലേറ്റർ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, മാറ്റിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ ഇത്രയും ഭാഗം? സേഫ് യൂസ് ഓഫ് റെഗുലേറ്റേഴ്സ്. നെക്സ്റ്റ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. റെഗുലേറ്റർ അല്ലെങ്കിൽ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട PPE എന്തൊക്കെയാണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എന്തെല്ലാമാണ്? ബി ഡ്രസ്ഡ് ഇൻ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെൻ ഡിസ്ചാർജിങ് ലാബ്. എന്താണ്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ലാബുകളിൽ, ഗ്യാസ് സിലിണ്ടേഴ്സ് പ്രവർത്തിപ്പിക്കുന്ന ലാബുകളിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെന്താണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക. ഓപ്പറേഷൻ ടാസ്ക് ദാറ്റ് ഇൻവോൾവ്സ് കംപ്രസ്ഡ് ഗ്യാസസ്, ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട്സ്. എന്താണ് ഇത്, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകള്, കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ആളുകള് എന്ത് ചെയ്യുക, ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട്, എന്താണ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള, കൈ മൊത്തം കവർ ചെയ്യുന്ന ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ ധരിക്കുക. ലോങ് പാൻസ് കവേർഡ് ടോ ഷൂസ് അല്ലെ, എന്താണ്, നമ്മുടെ കാലുകളൊക്കെ കവർ ചെയ്യുന്ന ലോങ് പാൻസുകൾ ധരിക്കുക. സേഫ്റ്റി ഗ്ലാസസ്, ഗ്ലൗസുകൾ, എന്താണ്, സേഫ്റ്റി ആയിട്ടുള്ള ഗ്ലൗസുകളൊക്കെ അവര് ധരിക്കുക. ഓക്കെ ആയോ? പേഴ്സണൽ PPE. പേഴ്സണൽ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് കൈകാര്യം, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകള് ഫുൾ സ്ലീവ് ആയിട്ടുള്ള കോട്ടുകൾ ധരിക്കുക. പാൻസുകൾ, ഷൂസ് കവർ ചെയ്യുന്ന, കാൽ മൊത്തം കവർ ചെയ്യുന്ന പാൻസുകൾ ധരിക്കുക. സേഫ്റ്റി ഗ്ലാസസ്, ഗ്ലൗസുകളൊക്കെ അവർ ഉപയോഗിക്കുക. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റാഫ്. ആ സ്റ്റാഫുകളുടെ, ഈ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങൾ, അവരെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്? ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസർ ആർ ടു. എന്താണ്, ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും എന്തുണ്ടാവും, ഒരു സൂപ്പർവൈസർ ഉണ്ടാവും അല്ലെ, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, താഴെയുള്ള സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർവൈസർ ഉണ്ടാവുമല്ലോ. ഹെഡ്, ആ സൂപ്പർവൈസറുടെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്, ജോലികൾ എന്തെല്ലാമാണ്? മേക്ക് ഷുവർ ദാറ്റ് സ്റ്റാഫ് ഇൻ ദെയർ ചാർജ് റിസീവ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് സ്പെസിഫിക് ടു ദ കംപ്രസ്ഡ് ഗ്യാസസ് ദേ ഹാൻഡിൽ ആൻഡ് യൂസ്. ഓരോ ഗ്യാസുകളും, കംപ്രസ്ഡ് ഗ്യാസ് നമ്മൾ പറഞ്ഞു അല്ലെ, 7 ടൈപ്പ് ഗ്യാസുകളുണ്ട് അല്ലെ, സെൻട്രലൈസ്ഡ് ഗ്യാസുകളുണ്ട്. അപ്പൊ ഈ ഓരോ ഗ്യാസുകളും കൈകാര്യം ചെയ്യുന്ന, ഹാൻഡിൽ ചെയ്യുന്നതും അത് ഉപയോഗിക്കുന്നതുമായ സ്റ്റാഫുകൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടോന്ന്, അവർക്ക് ഉചിതമായിട്ടുള്ള, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ടോന്നും ഉറപ്പുവരുത്തുക. വേണ്ടേ? ഓരോ ഗ്യാസുകളും ഇപ്പൊ എന്താണ്, ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്യാസുകൾ ലീക്കേജ് വന്നാൽ അല്ലെ, അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുണ്ടാവും അല്ലെ.
ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ലീക്കേജ് സംഭവിച്ചു. അപ്പൊ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? അതല്ല, നൈട്രസ് ആണ് ലീക്കേജ് സംഭവിച്ചത്. അപ്പൊ ഓരോ ഗ്യാസുകളും കൈകാര്യം ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നതുമായ സ്റ്റാഫുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഉചിതമായ ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് സൂപ്പർവൈസർ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, മേക്ക് ഷുവർ ദാറ്റ് കംപ്രസ്ഡ് ഗ്യാസസ് ആർ യൂസ്ഡ് ഓൺലി for their international purpose and in accordance with the defined procedures and rules. ഓരോ കംപ്രസ്ഡ് ഗ്യാസുകളും ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത് ഓൺലി ഫോർ ദെയർ ഇന്റർനാഷണൽ പർപ്പസ്, അല്ലെ? ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു, നൈട്രസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നൈട്രസ് ഓക്സൈഡ് എന്താണ്? അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ആണോ? അനസ്തേഷ്യ കൊടുക്കുന്നത്. ഓക്സിജൻ എന്തിനാണ് കൊടുക്കുന്നത്? ഓക്സിജൻ ഇൻഹലേഷൻ തെറാപ്പി, റിസൂസിറ്റേഷൻ ഒക്കെ അല്ലേ ഓക്സിജൻ നൽകുന്നത് നമ്മ. അപ്പൊ ഓരോ ഗ്യാസുകളും എന്താണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ പർപ്പസിന്റെ അടിസ്ഥാനത്തിലും ഇൻ അക്കോർഡൻസ് ഓഫ് വിത്ത് ഡിഫൈൻഡ് പ്രൊസീജിയർ ആൻഡ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കും നിയമങ്ങൾ, റൂൾസിന് അനുയോജ്യമായിട്ടാണോ എന്ന് ഉറപ്പുവരുത്തുക, അല്ലെ? വേണ്ടേ? ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കേണ്ടടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ എന്താണ്, ഓരോ ഗ്യാസുകളും ഓരോ അതിന്റെ ഇന്റർനാഷണൽ പർപ്പസ് എന്താണ്, അതിനടിസ്ഥാനമായിട്ടാണോ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയറിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണം? സൂപ്പർവൈസർ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് SDS that is applicable emergency response plan or other relevant literature is made quickly available to staff. എന്താണ്, സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് ലഭിക്കുന്ന രീതിയിൽ എന്താണ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് പ്ലാനുകൾ. നമ്മൾ പറഞ്ഞോളൂ എന്താണ്, ഓരോ ഗ്യാസുകളും ഓരോ മെറ്റീരിയൽസും എങ്ങനെ ഉപയോഗിക്കണം, അല്ലെ? കാര്യക്ഷമമായി എങ്ങനെ ഉപയോഗിക്കണം, അത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, അല്ലെ? പറഞ്ഞില്ലേ മിസ്? അത് നമ്മുടെ എന്താണ് യൂസർ മാനുവൽ പോലെ, അല്ലെ? അപ്പൊ അങ്ങനെ അതെന്താണ്, സ്റ്റാഫുകൾക്ക് ക്വിക്കലി ആയിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന രീതിയിൽ അതെന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ പെട്ടെന്ന് ഇതിന് ഓക്സിജന് ലീക്കേജ് സംഭവിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെ? അപ്പൊ അതൊക്കെ അറിയുന്നതിന് വേണ്ടി ഈ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അവർക്ക് പെട്ടെന്ന് ലഭ്യമാകുന്ന രീതിയിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ക്ലിയർ ആയത്? ഓക്കെ, ഒന്നുകൂടെ പറയണം. സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, എമർജൻസി റെസ്പോൺസ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മ ഓരോ മെറ്റീരിയൽ, ഇപ്പൊ നമുക്ക് ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിൽ എന്താണ്, ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, എഫക്റ്റീവായി എങ്ങനെ ഉപയോഗിക്കാം, അത് എന്താ ലീക്കേജുകൾ സംഭവിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണ്, അപ്പൊ അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യും, മാനേജ് ചെയ്യും എന്നതിനെ കുറിച്ചൊക്കെ എഴുതുന്ന ഒരു മാനുവലിനെ പറയുന്നതാണ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയുള്ള സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം, അപകട സാധ്യതകളൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അത് എങ്ങനെ സുരക്ഷിതമായി നമുക്ക് കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചും ഉള്ള വിവരങ്ങൾ, ഇൻഫോർമേഷൻസ് നൽകുന്ന ഒരു രേഖ, ഒരു ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ പറയുന്നത് SDS, സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് പ്ലാൻ. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, അത് അവിടെ സ്റ്റാഫുകൾക്ക്, ആ സിലിണ്ടേഴ്സിന്റെ അവിടെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കത്തക്ക രീതിയിൽ, ഇപ്പൊ എന്തെങ്കിലും അപകടങ്ങൾ വരാണ്, അപ്പൊ അവർക്ക് പെട്ടെന്ന് ലഭിക്കത്തക്ക രീതിയിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഒരു മിനിറ്റ് കേട്ടോ.
ഓക്കെ, ക്ലിയർ ആയോ ഇതിപ്പോ? ഓക്കെ. Next, provide staff and visitors with the necessary personal protective equipment. എന്താണ് സ്റ്റാഫുകൾക്കും വിസിറ്റേഴ്സിന് എന്ത് നൽകുക? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ അല്ലെ, PPE കിറ്റുകൾ നൽകുക, പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് എന്നാണ് കേട്ടോ, സ്റ്റാൾ എന്നല്ല, സ്റ്റാഫ് എന്നാണ് കേട്ടോ, അത് കറക്റ്റ് ചെയ്യാട്ടോ. പ്രൊവൈഡ് ആപ്റ്റ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. എന്താണ്? എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാ ജീവനക്കാർക്കും എന്ത് ചെയ്യുക? ഉചിതമായ സൂപ്പർവിഷൻ നൽകുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, ഓരോ ഗ്യാസുകളും എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കണം അല്ലെ എന്നതിനെ കുറിച്ചൊക്കെ എന്താണ് നല്ല രീതിയിൽ കറക്റ്റ് രീതിയിൽ മേൽനോട്ടം കൊടുക്കുക, സൂപ്പർവിഷൻ നൽകുക. നെക്സ്റ്റ്, എൻഷുർ സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് adhere to applicable occupational health and safety regulation for the use of compressed gases. കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിക്കേണ്ട ജീവനക്കാർക്കും അവിടെ വരുന്ന വിസിറ്റേഴ്സിനും കംപ്രസ്ഡ് ഗ്യാസ് വാതകങ്ങളുടെ ഉപയോഗത്തിന് തൊഴിൽ എന്താ വെച്ചാല് ഒക്യുപ്പേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട്, അപ്പൊ അവർക്ക് എങ്ങനെയാണ്? ഒക്യുപ്പേഷൻ ആണ് അല്ലെ, ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. വിസിറ്റേഴ്സിന് എന്ത് റെഗുലേഷൻസ് ആയിരിക്കും? സേഫ്റ്റി ആയിരിക്കും അവർക്ക് വേണ്ടത്. സുരക്ഷാ ചട്ടങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്താണ്? വരുന്ന സ്റ്റാഫ് വിസിറ്റേഴ്സ് എന്താണ് വേറെ ഏതെങ്കിലും ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ പൈപ്പും വലിക്കുക, അല്ലെങ്കിൽ എന്താണ് അവർ വേറെ ഏതെങ്കിലും ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ എന്തെങ്കിലും അതിന് റെഗുലേറ്റേഴ്സ് ഉണ്ട് അല്ലെ, നമുക്ക് കൺട്രോൾ പാനൽ ഉണ്ട് ഇല്ലേ, ന്യൂസ് എടുത്തല്ലോ, മാനിഫോൾഡ് സിസ്റ്റത്തില് ഹോസസ് ഉണ്ട്, ഗേജ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വെറുതെ എങ്കിലും ടച്ച് ചെയ്താൽ എന്താണ്? വരുന്ന വിസിറ്റേഴ്സ് വെറുതെ എങ്കിലും ടച്ച് ചെയ്താൽ എന്ത് പറ്റും? അപകടങ്ങൾ ഉണ്ടാവില്ലേ? റിസ്ക് ഉണ്ടാവില്ലേ? അപ്പൊ അതെന്ത് ചെയ്യുക? അങ്ങനെയൊന്നും അവര് കറക്റ്റ് രീതിയിലാണ് അവര് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്താണ്? അവരുടെ അപ്ലിക്കബിൾ ഒക്യുപ്പേഷണൽ ഹെൽത്ത്, അവരുടെ തൊഴിൽപരമായ ഹെൽത്ത് ആരോഗ്യങ്ങളും സേഫ്റ്റി റെഗുലേഷൻസ് അല്ലെ, സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് ഈ സൂപ്പർവൈസർ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ട് ഇൻസിഡന്റ് ടു ഡിറ്റർമിൻ ദ കോസ് ആൻഡ് ടു ഡെവലപ്പ് ആപ്റ്റ് പ്രിവെന്റീവ് മെഷർ ടു ലിസൺ ദ റിക്കറൻസ്. എന്താണ്? നമ്മുടെ ഗ്യാസുമായി ബന്ധപ്പെട്ട് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റുകൾ, എന്തെങ്കിലും സംഭവങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റിഗേഷൻ നടത്തുക അല്ലെ, അന്വേഷിക്കുക. എന്നിട്ട് എന്താണ്? ചിലപ്പോ ലീക്കേജ് ആവാം, അതല്ലെങ്കിൽ എന്താണ് അതിന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും എക്യുപ്മെന്റിന് എന്തെങ്കിലും പ്രവർത്തനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് പ്രിവെന്റീവ് മെഷേഴ്സ് ടു ലെസൺ റിക്കറൻസ്, ഇത് കുറയ്ക്കുന്നതിന് വേണ്ട എന്താണ് കാര്യങ്ങള്, പ്രിവെന്റീവ് മെഷേഴ്സ് കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. എങ്ങനെയൊക്കെ നമുക്ക് ആ ഇൻസിഡന്റുകൾ കുറയ്ക്കാം? ഇപ്പൊ എന്തെങ്കിലും ഒരു ഗ്യാസ് ലീക്കേജ് സംഭവിക്കാൻ ചിലപ്പോ അത് പോകുന്ന പൈപ്പിന് എന്തെങ്കിലും വരാം, എന്തെങ്കിലും സുഷിരങ്ങൾ വരെ അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പൊ അതൊക്കെ മാറ്റി കാണിട്ട് അതിന് വേണ്ട എന്താണ് നടപടികൾ അവര് ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. ക്ലിയർ ആയോ? ചിലപ്പോ റെഗുലേറ്ററിന്റെ എന്തെങ്കിലും തകരാറാവാം, അപ്പൊ അവരെന്ത് ചെയ്യും? കൂടുതൽ കാര്യക്ഷമമായ അല്ലെ, കൂടുതൽ ഇഫക്റ്റീവായ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യും. അതല്ല വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ അത് പിന്നീട് വരാത്ത രീതിയിൽ അല്ലെ, അത് കുറയ്ക്കുന്നതിന് വേണ്ട സേഫ്റ്റി മെഷേഴ്സ് അവര് സ്വീകരിക്കുക. നെക്സ്റ്റ്, കീപ് ആഫ്റ്റർ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ദ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് ഓഫ് കംപ്രസ്ഡ് ഗ്യാസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് and up-to-date inventory, training records and reported incidents. അവരെന്ത് ചെയ്യുക? ഈ സൂപ്പർവൈസർ കംപ്രസ്ഡ് ഗ്യാസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും സൂക്ഷിക്കണം. എന്തൊക്കെയാണ്? അപ് ടു ഡേറ്റ് ഇൻവെന്ററി അല്ലെ, ഓരോ ദിവസം അവർ ഈ ഗ്യാസ് പർച്ചേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് എത്ര സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് എത്ര ചെലവായിട്ടുണ്ട്, അങ്ങനെയുള്ള ഇൻവെന്ററീസ്. ട്രെയിനിങ് റെക്കോർഡുകൾ അല്ലെ,
സ്റ്റാഫുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രെയിനിങ്ങുകൾ പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ട്രെയിനിങ് റെക്കോർഡ്സുകൾ, റിപ്പോർട്ടഡ് ഇൻസിഡൻസ്, എന്തെങ്കിലും ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇൻസിഡൻസുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. മിസ് എടുത്ത് ഇത്രയും ഭാഗം ഓക്കെയാണോ എല്ലാവർക്കും? നോക്കി. നെക്സ്റ്റ്, ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. മാനിഫോൾഡ് സിസ്റ്റം മിസ് കാണിച്ചെന്നില്ലേ? ഓക്കെ. ഈ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് he will make sure that all the cylinders in the manifold rooms are working. Or ഓക്കെ, എന്താണ് ഫസ്റ്റ് തന്നെ ഇവർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നതാണ്? മോർണിംഗ് രാവിലെ തന്നെ വന്നിട്ട് ആ മാനിഫോൾഡ് സിസ്റ്റത്തിലെ എല്ലാ സിലിണ്ടേഴ്സും ഓക്കെ ആണോ, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ ആയോ? ഫസ്റ്റ് തന്നെ മോർണിംഗ് തന്നെ രാവിലെ തന്നെ വന്ന് മാനിഫോൾഡ് സിസ്റ്റത്തിലെ എല്ലാ സിലിണ്ടേഴ്സും എന്താണ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ട കണ്ടീഷനിലാണോ എന്ന് ഉറപ്പുവരുത്തുക. Next, he will open the number of cylinders to ensure the correct pressure in the pipelines. എന്താണ് ഓരോ ഗ്യാസ് സിലിണ്ടേഴ്സും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് തുറന്ന് നോക്കിയിട്ട് എന്താണ് ഇത് കറക്റ്റ് പ്രഷറിലാണോ വരുന്നത്, പൈപ്പ് ലൈൻസിൽ കറക്റ്റ് പ്രഷറിലാണോ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? Okay. Next, he will be using cylinders from one side of the manifold cylinders bank. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ ഒരു സൈഡിലെ ഗ്യാസ് സിലിണ്ടേഴ്സ് തീർന്നു കഴിയുമ്പോഴാണ് അല്ലെ, എംപ്റ്റി ആവുമ്പോഴല്ലേ ബാക്കപ്പിലെ സിലിണ്ടേഴ്സ് ഇപ്പുറത്തെ സൈഡിൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ മിസ്? അല്ലേ, ഒരു സൈഡില മൊത്തം ഗ്യാസ് സിലിണ്ടേഴ്സിലെ ഗ്യാസുകൾ തീർന്നു കഴിയുമ്പോഴാണ് നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഗ്യാസുകൾ ഫ്ലോ ചെയ്യിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? he will be using cylinders from one side of the manifold systems bank. എന്താണ് ഒരു സൈഡിലെ മാനിഫോൾഡ് സിലിണ്ടേഴ്സിന്റെ ഗ്യാസുകൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഒരു സൈഡിൽ നിന്ന് മാത്രം ഗ്യാസുകളുടെ ഫ്ലോ നടത്തുക. The cylinders of the other side should be dispatched as soon as all the cylinders of the bank are empty. ഒരു സിലിണ്ടേഴ്സ് പ്രൈമറി ബാങ്കിലെ സിലിണ്ടേഴ്സ് എല്ലാം എംപ്റ്റി ആയി കഴിയുമ്പോൾ തീർന്നു കഴിയുമ്പോൾ സെക്കൻഡറി ബാങ്ക്സിൽ എന്ത് ചെയ്യുക? ഗ്യാസുകൾ ഡിസ്പാച്ച് ചെയ്യുക, അയക്കുക. അവിടെ നിന്നും ഗ്യാസുകൾ അയക്കുക. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ. മാനിഫോൾഡ് സിസ്റ്റത്തിലെ മിസ് കാണിച്ചെന്നില്ലേ? രണ്ട് സൈഡിലുണ്ട് അല്ലെ, രണ്ടോ മൂന്നോ നാലോ സിലിണ്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ ആളെന്ത് ചെയ്യുക? പ്രൈമറി സൈഡിലെ മാത്രം ഗ്യാസ് സിലിണ്ടേഴ്സിൽ നിന്ന് ഗ്യാസുകൾ ഫ്ലോ ചെയ്യുക. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സിലിണ്ടേഴ്സ്, ആ പ്രൈമറി സൈഡിലെ സിലിണ്ടേഴ്സ് എല്ലാം തീർന്നു, എംപ്റ്റി ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക? സെക്കൻഡറി സിലിണ്ടേഴ്സ് നിന്ന് ഗ്യാസുകൾ ഡിസ്പാച്ച് ചെയ്യുക, അയക്കുക. നെക്സ്റ്റ്, he will check all cylinders for leakage using soap water mixture. എന്താണ് ഇവർക്ക് സിലിണ്ടേഴ്സിൽ നിന്ന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്? സോപ്പ് വാട്ടർ ഉപയോഗിച്ച് കാണട്ടായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്. മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സോപ്പ് വാട്ടർ ഉപയോഗിച്ച് ബബിൾസ് വരുന്നുണ്ടോ അല്ലെ, അങ്ങനെയായിരിക്കണം അവർ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അല്ലാണ്ട് എന്താണ്
അവര് തീപ്പെട്ടി ഉരസിയോ അല്ലെങ്കിൽ പേപ്പർ കത്തിച്ചൊക്കെ നോക്കാൻ പാടുണ്ടോ ലീക്കേജ് ഉണ്ടോന്ന്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന തീ ഉപയോഗിച്ച് നോക്കാൻ പാടില്ല അല്ലെ? എന്ത് വെച്ചു? ജ്വലനം സംഭവിക്കും അല്ലെ? തീപിടുത്തം ഉണ്ടാകും, ബ്ലാസ്റ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് സോപ്പ് വാട്ടർ മിക്സ്ചർ വെച്ച് നോക്കുക. He will maintain a stock of needed instruments with him in the manifold system. Manifold room. Manifold roomന് ആവശ്യമായ ഇൻസ്ട്രുമെന്റ്സ് ഉപകരണങ്ങൾ ഉണ്ടോ എന്ന്, ഉപകരണങ്ങളെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അവർ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന്, സ്റ്റോക്ക് ഉണ്ടോ എന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ എന്താണ് മാനിഫോൾഡ് സിസ്റ്റത്തിന് നമ്മൾ പറഞ്ഞു അല്ലെ, സിലിണ്ടേഴ്സ് വേണം അല്ലെ, കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൺട്രോൾ പാനൽ വേണം, അലാം സിസ്റ്റം വേണം അല്ലെ, അലാം ലൈറ്റ് വേണം ഇല്ലേ? പറഞ്ഞോ? മാനിഫോൾഡ് സിസ്റ്റം എടുത്തപ്പോ മിസ് പറഞ്ഞോ? അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ ഉണ്ടോ എന്ന്, വാണിംഗ് ലാംപ്സുകൾ വേണം. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് അവിടെ ആവശ്യമായ രീതിയിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന്, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അവര് കീപ്പ് ചെയ്യുക. ആഫ്റ്റർ ചെക്കിംഗ് ദ മെനി റൂംസ്, പല റൂമുകളിലേക്കും ഗ്യാസ് പോയിട്ടുണ്ടാവും അല്ലെ, സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം പോയിട്ടുണ്ടാവുമല്ലോ ഈ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്ന്. അപ്പൊ ആഫ്റ്റർ ചെക്കിംഗ് ദ മെനി റൂംസ്, ഇവരെന്ത് ചെയ്യുക, എല്ലാ റൂമുകളിലും പോയിരിക്കുന്ന എല്ലാ റൂമുകളും ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. He has to take a round of the hospital to see all the outlets by him. എന്താണ്? ഗ്യാസുകൾ, സെൻട്രലൈസ്ഡ് ഗ്യാസുകൾ പോകുന്ന എല്ലാ ഔട്ട്ലെറ്റ്സുകളും ഇവരെന്ത് ചെയ്യുക, റൗണ്ട്സ് ചെയ്യുക അല്ലെ, ഇവര് ചെന്ന് പരിശോധിക്കുക. ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് എക്സാക്ട് ഫങ്ഷനിങ് ഫ്രം സ്റ്റാഫ് അപ്പോയിന്റ്മെന്റ്, എന്ത് ചെയ്യുക, അവിടെ നിയമിച്ച സ്റ്റാഫുകളിൽ നിന്ന്, ഓരോ സെക്ഷനിലും ഓരോ സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ടായിരിക്കും, ഓരോ ഔട്ട്ലെറ്റുകളിലും ഓരോ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നവരെ പ്രത്യേകമായി സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ സ്റ്റാഫുകളോടും എന്താ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്, കൃത്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുക. കറക്റ്റ് രീതിയിൽ ഗ്യാസിന്റെ ഫ്ലോ വരുന്നുണ്ടോ, അതിനുവേണ്ട എല്ലാ എക്യുപ്മെന്റ്സുകളും ഇൻസ്ട്രുമെന്റുകളും ഉണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഓരോ ഔട്ട്ലെറ്റുകളിലും ബന്ധപ്പെട്ട സ്റ്റാഫുകളുമായിട്ട് വിലയിരുത്തുക, അവരോട് നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. He will repair or arrange to repair any deficiency in the outlets or in the pipeline that includes main manifold system. എന്താണ്? എന്തെങ്കിലും തകരാറുകളുണ്ട്, റിപ്പയർ അല്ലെങ്കിൽ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സുകൾ റിപ്പയർ വരുത്തേണ്ടതുണ്ടെങ്കിൽ, ഔട്ട്ലെറ്റുകളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഈ മാനിഫോൾഡ് സിസ്റ്റം ഓപ്പറേറ്റർ അതൊക്കെ നന്നാക്കി റിപ്പയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മാനിഫോൾഡ് സിസ്റ്റത്തിലെ പൈപ്പ് ലൈൻസിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക. Next, he will place order for refilling of the cylinders in consultation with the authorized officer. Authorized officer അംഗീകൃത ഉദ്യോഗസ്ഥർ ആ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ നിറക്കുന്നതിനുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സ് ഉണ്ടാവും അല്ലെ, അവരെന്നെയാണോ ചെയ്യുന്നത്? മാനിഫോൾഡ് സിസ്റ്റം ഓപ്പറേറ്റർ തന്നെയാണോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ നൽകുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, പൈസ ഒക്കെ കൊടുക്കുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അംഗീകൃത ഉദ്യോഗസ്ഥനുമായി കൂടിയാലോചിച്ച് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിന്, രണ്ടാമത് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ നൽകുക. ക്ലിയർ ആയോ? അംഗീകൃത ഓതറൈസ്ഡ് പേഴ്സൺസിനുമായി കൂടിയാലോചിച്ചതിന് ശേഷം എന്താണ്, എംറ്റി ആയിട്ടുള്ള ഗ്യാസുകൾ, തീർന്നിട്ടുള്ള സിലിണ്ടേഴ്സ് നിറയ്ക്കുന്നതിന് വേണ്ട ഓർഡർ നൽകുക. Next, he will also look after the nitrous cylinders in the operation theaters. Operation theater le nitrous cylinders manifold system operator എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. If there is no central supply of this gas, ഇവിടേക്ക് ഈ നൈട്രസ് ഓക്സൈഡ് സെൻട്രൽ സപ്ലൈ വഴി, സെൻട്രൽ പൈപ്പ് ലൈൻസ് വഴി ഓപ്പറേഷൻ തിയേറ്റർക്ക് കൊടുക്കുന്നില്ല, അവിടേക്ക് എങ്ങനെയാണ് ഗ്യാസ് സിലിണ്ടർ ആണ് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഓപ്പറേഷൻ തിയേറ്ററിലെ നൈട്രസ്
സിലിണ്ടേഴ്സിൽ ആവശ്യമായിട്ടുള്ള ഗ്യാസ് ഉണ്ടോ, എന്താണ് കറക്റ്റ് രീതിയിൽ സിലിണ്ടേഴ്സിൽ നിന്ന് ഗ്യാസ് വരുന്നുണ്ടോ, റെഗുലേറ്റർ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് ചെക്ക് ചെയ്യുക. He will also make sure that the supply of oxygen in other areas without the central pipeline system വഴി ചെല്ലാത്ത മറ്റുള്ള ഏരിയസിൽ ഓക്സിജൻ അല്ലെങ്കിൽ മറ്റ് ഗ്യാസുകളൊക്കെ കറക്റ്റ് രീതിയിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക, ഷുവർ ആക്കുക. He will also help OT technician in the maintenance of Boyle's machine. Boyle's machines-ലെ അറ്റകുറ്റപ്പണികൾക്ക് OT ടെക്നീഷ്യനെ, ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നീഷ്യൻസിനെ സഹായിക്കുക. ബോയിൽസ് മെഷീൻ എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ ഒക്കെ കൊടുക്കില്ലേ, അതിനുപയോഗിക്കുന്ന മെഷീനാണ് ബോയിൽസ് മെഷീൻ. അപ്പൊ അതിൽ ഗ്യാസുകളൊക്കെ നിറച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബോയിൽസ് മെഷീന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ, റിപ്പയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലെ ടെക്നീഷ്യൻസിനെ സഹായിക്കുക. After altering the ward cylinders is also his duty. വാർഡുകളില് സിലിണ്ടേഴ്സ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ empty ആയ സിലിണ്ടേഴ്സ് മാറ്റി എന്താണ് ഉള്ള സിലിണ്ടേഴ്സ് അല്ലെ, ഗ്യാസുകൾ നിറച്ചിട്ടുള്ള സിലിണ്ടേഴ്സ് വെക്കണം. അപ്പൊ ഗ്യാസ് സിലിണ്ടർ എന്താണ് സിലിണ്ടേഴ്സ് വാർഡുകളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയും ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ട്. Next, all the major problems are to be brought to the administration soon. എന്താണ് ഗ്യാസ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് സിലിണ്ടേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കുക. സൂൺ, പെട്ടെന്ന് തന്നെ അറിയിക്കുക, അഡ്മിനിസ്ട്രേഷനെ വിവരം അറിയിക്കുക. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും ഓക്കെ, നോക്കട്ടെ മിസ്. He will also look after the nitrous cylinders in the operation theater. If there is no central supply of this gas, operation theater nitrous cylinders pipeline വഴി, സെൻട്രലൈസ്ഡ് പൈപ്പ്ലൈൻ വഴി നൽകുന്നില്ല, അവിടേക്ക് സിലിണ്ടർ ആണ് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അവര് ഈ നൈട്രസ് സിലിണ്ടർ വന്ന് ചെക്ക് ചെയ്യുക, അവർ കറക്റ്റ് എന്താണ് സിലിണ്ടർ എംറ്റി ആണോ, അവിടെ എന്താണ് ആവശ്യത്തിന് ആയിട്ടുള്ള നൈട്രസ് ഉണ്ടോ, അതല്ലെങ്കിൽ എന്താണ് കറക്റ്റ് പ്രഷറിലാണോ വരുന്നത്, അവിടുത്തെ റെഗുലേറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻസുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നിട്ട് ആള് തന്നെ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, he will also make sure that the supply of oxygen in other areas without central pipeline ഇല്ലാത്ത, സെൻട്രൽ പൈപ്പ്ലൈൻ ഇല്ലാത്ത ഏരിയാസില് കറക്റ്റ് രീതിയിൽ ഓക്സിജൻ സപ്ലൈ ഉണ്ടോ എന്നും ആള് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. ക്ലിയർ ആയോ? സെൻട്രൽ സപ്ലൈ ഉണ്ടെങ്കിലേ അവര് ആ സിലിണ്ടർ അവിടെ മാത്രം ഓണാക്കി കൊടുത്താൽ മതില്ലേ, അപ്പൊ എല്ലായിടത്തും എന്ത് വരും, ഔട്ട്ലെറ്റ് വഴി ലഭ്യമാകും. പക്ഷെ എന്താണ് സെൻട്രൽ സപ്ലൈ ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെക്ക് ചെയ്യണ്ടേ, ഗ്യാസ് സിലിണ്ടേഴ്സിൽ ആവശ്യമായ ഗ്യാസുകൾ ഉണ്ടോ അല്ലെ, ചെക്ക് ചെയ്യണ്ടേ, അവിടുത്തെ പ്രവർത്തനത്തിന് ആവശ്യമായ ഗ്യാസ് ഉണ്ടോ, അതല്ലെങ്കിൽ റെഗുലേറ്റേഴ്സിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ, എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെ, സേഫ്റ്റി മെഷേഴ്സ് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണ്ടേ. വരുത്തണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആള് ചെക്ക് ചെയ്യുക. ക്ലിയർ ആയോ? 10th പോയിന്റ്. ഇനി ഏതെങ്കിലും ഉണ്ടോ ഡൗട്ട്? നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് 4th മൊഡ്യൂളിലെ
ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസിക് ഉണ്ട്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് കേട്ടാ. മിസ്സിന്റെ അടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്ങനെയുണ്ട് ഗ്യാസ്, സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം പഠിക്കാൻ? ഈസി ആണ് അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ പറയുന്നത് ഇതില് കുറെയൊക്കെ. അല്ലേ? ആണോ? വായിച്ചാ മനസ്സിലാവും. ഓക്കെ. ഇപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.